വിവാദം കെട്ടടങ്ങാതെ ശബരിമല. രൂക്ഷ വിമർശനവും നിർദ്ദേശവുമായി ഹൈക്കോടതി. ഭക്തർ നൽകുന്ന സ്വർണത്തിന് കണക്കും തെളിവും ഇല്ലാതാകുന്നത് എന്തുകൊണ്ട്? ലോകത്തിലെ തന്നെ അതിവിശിഷ്ട പുണ്യ ആരാധനാ കേന്ദ്രമാണ് ശബരിമല. മണ്ഡല മഹോത്സവ കാലത്തിന്റെ വ്രതശുദ്ധിയിലും മല ചവിട്ടുന്നതിന്റെ ദൈവീക പരിവേഷവുമെല്ലാം ശബരിമലയുടെ മാത്രം പ്രത്യേകതയാണ്. മാലയിട്ട് വ്രതം നോറ്റ് പമ്പയിൽ നിന്നും കാലടിയായി നടന്ന് സന്നിധാനത്തെത്തി അയ്യപ്പനെ കണ്ട് തന്റെ വിഷമങ്ങളും സങ്കടങ്ങളും തുറന്നു പറഞ്ഞ് തിരികെ നടന്നു തന്നെ മലയിറങ്ങി വരുന്നു. അത്രയ്ക്കും പവിത്രമാണ് ശബരിമല യാത്രയും നോയമ്പ് കാലവും. എന്നാൽ കഴിഞ്ഞ കുറെ കാലമായി വിവാദങ്ങൾ വിട്ടൊഴിയാതെ ശബരിമല വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അവസാനം കോടതിയുടെ കടുത്ത നിർദ്ദേശം പോലും കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ആവശ്യമായി വരാറുണ്ട്. ജാതി മത ഭേദമന്യേ ആർക്കും ശബരിമലയിൽ ദർശനം നടത്താമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന കോലാഹലങ്ങൾ കുറച്ചൊന്ന് കെട്ടടങ്ങിയിരുന്നു. അതിന്റെ തെളിവായാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന വളരെ അച്ചടക്കത്തോടെയുള്ള മണ്ഡലക്കാലം. ഇപ്പോഴുള്ള പിണറായി സർക്കാരിന് അതിൽ അഭിമാനിക്കാം. ശബരിമലയുടെ നടത്തിപ്പിൽ ഭക്തരുടെ സൗകര്യങ്ങളും ബുദ്ധിമുട്ടുകളും നേരിട്ടറിയാനും അവരിൽ നിന്നും അഭിപ്രായങ്ങൾ തേടാനുമായി സർക്കാർ നിയന്ത്രണത്തിൽ ദേവസ്വം ബോർഡ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചിരുന്നു. അതും മറ്റൊരു വിവാദത്തിനും ചേരിതിരിവിനും കാരണമായി. ബദൽ അയ്യപ്പ സംഗമം നടത്തി എരിതീയിൽ ഒന്നുകൂടി എണ്ണയൊഴിക്കാൻ മറുഭാഗം കഠിന പ്രയത്നം നടത്തി. അവിടെയും വിവാദം പുകയുന്നത് ശബരിമലയുടെ പേരിൽ. ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന പേരിൽ പ്രശസ്തമാകുന്നതിനേക്കാൾ അനാവശ്യമായ വിവാദങ്ങളുടെ പേരിലാണ് ഇപ്പോൾ ശബരിമല. അതിൽ മിക്കതും വ്യക്തമായ രാഷ്ട്രീയ മുതലെടുപ്പ് തന്നെയാണ്. ജനങ്ങൾക്കും അതറിയാം. എന്നാൽ ഒരു യഥാർത്ഥ ഭക്തൻ അതൊന്നും ശ്രദ്ധിക്കാറില്ല. അവൻ ഓരോ വർഷവും വ്രതമെടുത്ത് മല ചവിട്ടി സന്നിധാനത്തെത്തി അയ്യപ്പനെ കണ്ടു മടങ്ങും. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറ്റൊരു വിവാദം കൂടി എത്തിയിരിക്കുന്നു. ശബരിമല ദർശനത്തിനായി എത്തുന്ന ഭക്തർ നടക്കൽ സമർപ്പിക്കുന്ന സ്വർണമടക്കം വിലപിടിപ്പുള്ള സാധനങ്ങളുടെ ഒരു കണക്കും സൂക്ഷിച്ചിട്ടില്ല, രജിസ്റ്ററും ഇല്ല. വെറും ചാക്കിൽ കെട്ടി സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇവയെല്ലാം. ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിലയേറിയ വസ്തുക്കളുടെ വിവരങ്ങൾ കൃത്യമായി സൂക്ഷിക്കാത്തത് ഗുരുതര വീഴ്ചയാണെന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു. ശബരിമലയിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കണക്കെടുപ്പിനായി റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് KT ശങ്കറിനെ കോടതി നിയോഗിച്ചു. കണക്കെടുപ്പിന് സമയം അതിക്രമിച്ചെന്ന് പറഞ്ഞാണ് ദേവസ്വം ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. ജസ്റ്റിസ് V രാജവിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവർ ഉൾപ്പെട്ട പാനലാണ് ഉത്തരവിട്ടത്. സ്വർണം, വെള്ളി, അമൂല്യമായ കല്ലുകൾ, പുരാവസ്തുക്കൾ തുടങ്ങിയവയുടെയും കണക്കുകൾ തയ്യാറാക്കാൻ നിർദ്ദേശമുണ്ട്. 16 ഇടങ്ങളിലായി ദേവസ്വം ബോർഡിന് സ്ട്രോങ് റൂമുകളുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, വിജിലൻസ് ഉദ്യോഗസ്ഥർ, മരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ തുടങ്ങിയവരും മൂല്യനിർണയത്തിൽ പങ്കെടുക്കണം. 7 ദിവസത്തെ കാലയളവാണ് മൂല്യനിർണയത്തിനായി നൽകിയിരിക്കുന്നത്. രത്ന കിരീടങ്ങൾ, വൈരക്കല്ല് പതിച്ച ആഭരണങ്ങൾ, സ്വർണം, വെള്ളി തുടങ്ങിയവ ഭക്തർ സമർപ്പിച്ചിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണ്ണ പീഠത്തെ ചൊല്ലിയുള്ള വിവാദം ആകെ കുഴഞ്ഞു മറിഞ്ഞാണുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് പീഠം കണ്ടെത്തിയത്. പീഠം കാണാനില്ലെന്ന് പരാതിപ്പെട്ടതും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഇതേ പരാതിക്കാരൻ തന്നെ സഹോദരിയുടെ വീട്ടിൽ പീഠം എത്തിച്ചതെന്നാണ് സഹോദരിയും സാക്ഷ്യപ്പെടുത്തുന്നത്. ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അത് പുറത്തു വരണമെന്നും ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞിട്ടുണ്ട്. ദേവസ്വം ബോർഡിനെ കള്ളനാക്കാൻ ശ്രമിച്ച കാര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. സ്വർണപീഠം കാണാനില്ലെന്ന് സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരോപണം ഉന്നയിച്ചത് അയ്യപ്പ സംഗമത്തിന് 5 ദിവസം മുമ്പാണെന്നത് ദുരൂഹമാണ്. ഈ ആരോപണം പുറത്തു വന്നാൽ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുമെന്ന പ്രതീക്ഷയിൽ ചെയ്തതാണെന്ന് വ്യക്തം. ഇതൊരു വൻ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് തുറന്നു പറയുന്നു.
ശബരിമല പീഠം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിലനിൽക്കുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ നിയമ നടപടി ആരംഭിക്കുമെന്നും ദേവസ്വം പ്രസിഡന്റ് അറിയിച്ചു. അതോടൊപ്പം ശബരിമല ശ്രീകോവിലിന് മുമ്പിലുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ പാളികൾ ഒക്ടോബർ 17 പുനഃസ്ഥാപിക്കാനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. ഹൈക്കോടതി ഇതിനായി അനുമതിയും നൽകിയിട്ടുണ്ട്. വിവാദങ്ങളും ചർച്ചകളും ഒന്നൊന്നായി വരുന്നുണ്ടെങ്കിലും ശബരിമലയിലേക്കുള്ള ഭക്തജനത്തിരക്ക് ഓരോ വർഷവും വർദ്ധിച്ചു വരുന്നതേ ഉള്ളൂ. ഭക്തരുടെ സൗകര്യങ്ങൾക്ക് മുൻതൂക്കം നൽകിയതിനാൽ കഴിഞ്ഞ വർഷത്തെ മണ്ഡല മഹോത്സവം പിഴവുകളില്ലാതെ അഭിനന്ദനാർഹമായി കടന്നുപോയി. ഇത്തവണയും അത് തുടരുമെന്ന് പ്രതീക്ഷിക്കാം. വർഗീയ രാഷ്ട്രീയ മുതലെടുപ്പിനായി ശബരിമലയെ ഉപയോഗിക്കുന്നവർ മറ്റൊരു വഴിയിലൂടെ ശ്രമം നടത്തട്ടെ. ഭക്തിയോടെ മല ചവിട്ടുന്ന, ശരണം വിളിച്ച് സന്നിധാനത്തേക്ക് യാത്രയാകുന്നവർക്കൊപ്പം സംഘടനാ സംവിധാനങ്ങൾ നിലകൊള്ളണം. എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് KR.